ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA സോഷ്യോളജി ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ റിസർച്ചിലെ രണ്ടാമത്തെ മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ലിറ്ററേച്ചർ റിവ്യൂ എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഈ പാർട്ടിൽ നമുക്ക് വരുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് നോട്ട്സായിട്ടൂടെ ഉപയോഗിക്കാൻ കഴിയാവുന്ന അതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. റിലവൻസ് ഓഫ് ലിറ്ററേച്ചർ ഇൻ റിസർച്ച്. ഒരു ഗവേഷണത്തിനകത്ത് ലിറ്ററേച്ചറിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് പറയുന്നത്. ലിറ്ററേച്ചർ എന്തുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു വിഷയത്തെക്കുറിച്ച് ഗവേഷണം നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പഠനങ്ങൾ, അതിൻ്റെ റിപ്പോർട്ടുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയാണ് ഇവിടെ ലിറ്ററേച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഗവേഷണ വിഷയത്തിൻ്റെ പ്രാധാന്യം അവതരിപ്പിക്കുന്നതിനും ഗവേഷണത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് സൂചന നൽകുന്നതിനും ലിറ്ററേച്ചർ സഹായിക്കുന്നു. അതായത് നമ്മളൊരു ഗവേഷണം നടത്തുകയാണ്, സ്വാഭാവികമായിട്ടും തുടക്കത്തിൽ തന്നെ നമുക്ക് പറയേണ്ടി വരിക എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഗവേഷണം നടത്തുന്നു എന്നുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ഹൈപ്പോതെസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൂചനകൾ നൽകുന്നതിനും ഈ രീതിയിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മുൻപ് നടത്തിയിട്ടുള്ള പഠനങ്ങളുടെയും ലേഖനങ്ങളുടെയും ഒക്കെ ഒരു സംഗ്രഹം നമുക്ക് ആവശ്യമാണ്. വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും വീക്ഷണങ്ങളും മനസ്സിലാക്കുന്നതിനും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് ഗവേഷണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അടിസ്ഥാനപരമായിട്ട് കുറേ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. കേവലം ഈ ഇന്റർവ്യൂ, സർവേ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൂടെ മാത്രം നമുക്കൊരു ഗവേഷണം നടത്താൻ വേണ്ടി സാധിക്കില്ല. നമുക്ക് അടിസ്ഥാനപരമായിട്ട് കുറച്ച് അറിവുകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വേണ്ടതുണ്ട്. അത്തരത്തിലുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നതും ഇതുപോലെ തന്നെ ലിറ്ററേച്ചർ റിവ്യൂവിലൂടെയാണ്. കൂടാതെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലെ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഏതാണ് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കാനും നമ്മളേത് സഹായിക്കുന്നു. ടെക്സ്റ്റ് ബുക്ക്, റെഫറൻസ് ബുക്ക്, എൻസൈക്ലോപീഡിയകൾ, സെമിനാർ റിപ്പോർട്ടുകൾ, പ്രബന്ധങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പല യൂണിവേഴ്സിറ്റികളും അവരുടെ സ്റ്റുഡൻസ് നടത്തുന്ന ഈ റിസർച്ച് റിസൾട്ടുകൾ ഇതുപോലെ പ്രസിദ്ധീകരിക്കാറുണ്ട്. അത്തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങൾ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട്, സാമൂഹ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ വരുന്ന പ്രസിദ്ധീകരണങ്ങൾ, കൂടാതെ ഈ ഇത്തരം സെമിനാറുകൾ, റിപ്പോർട്ടുകൾ, അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, പിന്നെ ഇന്റർനെറ്റിൽ നമുക്ക് ലഭിക്കുന്ന അതുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ തുടങ്ങിയവയെല്ലാം ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഗവേഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ലിറ്ററേച്ചർ എന്നുള്ളൊരു പരിധിയിൽ വരുന്നതാണ്. സംഗ്രഹങ്ങൾ, ലേഖനങ്ങൾ, പുസ്തകങ്ങൾ, ഗവേഷണ പ്രബന്ധങ്ങൾ എന്ന രീതിയിൽ ചെറിയ വിവരങ്ങളിൽ നിന്ന് ആഴത്തിലുള്ള വിവരങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിത് വായിച്ചു തുടങ്ങുന്ന സമയത്ത് ഇവിടെ സജസ്റ്റ് ചെയ്യുന്ന ഒരു രീതി, ആദ്യം സംഗ്രഹങ്ങൾ, അതായത് സമ്മറി, നമ്മൾ ഗവേഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമ്മറി രൂപത്തിലുള്ള ചെറിയ വിവരങ്ങൾ ആദ്യം വായിച്ചുകൊണ്ട് പിന്നീട് കുറച്ചുകൂടി വലിയ ലേഖനങ്ങളിലേക്കും പുസ്തകങ്ങളിലേക്കും പിന്നെ കുറച്ചുകൂടി ആഴത്തിൽ ആ വിഷയം കൈകാര്യം ചെയ്യുന്ന ഗവേഷണ പ്രബന്ധങ്ങളിലേക്കും അങ്ങനെ ചെറിയ വിവരങ്ങളിൽ വായിച്ചു തുടങ്ങി ആഴത്തിലുള്ള വിവരങ്ങളിലേക്ക് വായിച്ച് കടക്കുക എന്നുള്ളതാണ് ഇവിടെ സജസ്റ്റ് ചെയ്യപ്പെടുന്ന രീതി. അടുത്തത് ലിറ്ററേച്ചർ സർവേ. ലിറ്ററേച്ചർ സർവേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, ഈ അനുബന്ധമായിട്ടുള്ള പുസ്തകങ്ങളും പ്രബന്ധങ്ങളും വായിക്കേണ്ടതിൻ്റെയും അതിൻ്റെ ഒരു സമ്മറി തയ്യാറാക്കേണ്ടതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചിട്ട് അത്തരം പുസ്തകങ്ങളും ലേഖനങ്ങളും എങ്ങനെ കണ്ടെത്തും എന്നുള്ള കാര്യമാണ് ലിറ്ററേച്ചർ സർവേക്കകത്ത് പറയുന്നത്. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, ഇത്തരം പുസ്തകങ്ങളും വിഷയങ്ങളും ഒക്കെ ഗവേഷണത്തെ സഹായിക്കുമെന്നുള്ളത്. മുൻപ് നടന്നിട്ടുള്ള ഗവേഷണങ്ങളെയും പഠനങ്ങളെയും കുറിച്ചുള്ള ധാരണ നൽകുന്നതിന് പ്രധാനമാണ് നമ്മൾ പറഞ്ഞു. അതായത് എന്തുകൊണ്ട് നമ്മൾ ഈ വിഷയം ഗവേഷണം ചെയ്യുന്നു, ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് ഇത് പ്രധാനമാണ്. ഈ രീതിയിൽ നമ്മൾ ലിറ്ററേച്ചർ സർവേയിൽ പറയുന്നത് ഇത്തരം പുസ്തകങ്ങൾ അതുപോലെ തന്നെ പ്രബന്ധങ്ങൾ എവിടെ നിന്ന് കണ്ടെത്തുമെന്നുള്ളതാണ്. നമുക്ക് പ്രധാനമായിട്ട് വരുന്ന സോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് പ്രൊഫസർമാർ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നതാണ്. നമുക്കറിയാം, നമ്മളൊരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗൈഡ് എന്നുള്ള പേരിൽ ഇതുപോലെ മുൻപ് റിസർച്ചുകൾ ചെയ്തിട്ടുള്ള പ്രൊഫസർമാർ നമ്മുടെ സഹായത്തിനുണ്ടായിരിക്കും. അവർ നമുക്ക് ഇതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ ഏതാണെന്നുള്ളത് സജസ്റ്റ് ചെയ്തു തരും. അതുപോലെ തന്നെ ലൈബ്രറിയന്മാർ എന്നിവരിൽ നിന്ന് ഇത്തരം പുസ്തകങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ലൈബ്രറിയന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സിറ്റി ലൈബ്രറി, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലൈബ്രറി തുടങ്ങിയിട്ടുള്ള വലിയ ലൈബ്രറികളിലെ ലൈബ്രറിയന്മാരിൽ നിന്ന്. ഇനി അവർക്ക് അത് നേരിട്ട് അറിയില്ലെങ്കിൽ കാറ്റലോഗുകൾ പരിശോധിച്ചിട്ട്, അതായത് ഇത്തരം ലൈബ്രറികളിൽ കൃത്യമായിട്ടുള്ള കാറ്റലോഗുകൾ ഉണ്ടായിരിക്കും.
അതിൽ നിന്ന് നമുക്ക് ഈ ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ കണ്ടെത്താൻ വേണ്ടി സാധിക്കും. പിന്നെ കിട്ടിയ പുസ്തകങ്ങളുടെ റഫറൻസ് പരിശോധിച്ചുകൊണ്ട് നമുക്കറിയാം, നമ്മളൊരു പ്രബന്ധം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗവേഷണവുമായി ബന്ധപ്പെട്ട പുസ്തകം വായിക്കുന്ന സമയത്ത് അതിനകത്ത് റഫറൻസ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എഴുതാറുണ്ട് റഫറൻസ് എന്ന് പറഞ്ഞിട്ട്. കാരണം നമുക്ക് എവിടെ നിന്നാണ് വിവരങ്ങൾ കിട്ടിയെന്നുള്ളത് അതിനകത്ത് സൂചിപ്പിച്ചിരിക്കും. അങ്ങനെ നമുക്കൊരു പുസ്തകം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ റഫറൻസ് ആയി കാണിച്ചിട്ടുള്ള പുസ്തകങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആ രീതിയിൽ ഒരു പുസ്തകത്തിൽ നിന്ന് അടുത്ത പുസ്തകത്തിലേക്ക് നമുക്ക് ഈ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ലിറ്ററേച്ചർ സർവേ എന്നതുകൊണ്ട് പൊതുവിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലേഖനങ്ങളും പ്രബന്ധങ്ങളും പുസ്തകങ്ങളും ഒക്കെ എങ്ങനെ കണ്ടെത്തും എന്നുള്ള കാര്യമാണ്. പ്രധാനമായിട്ട് നമുക്ക് ലൈബ്രറികളിൽ നിന്നാണ് വരുന്നത്. അത് ലൈബ്രറിമാരോട് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ നല്ല ലൈബ്രറികളാണെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള കാറ്റലോഗിങ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ബന്ധപ്പെട്ട വിഷയങ്ങൾ കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിവുകളുള്ള പ്രൊഫസർമാരിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഇനി സെക്ഷനിൽ അവസാനമായിട്ട് വരുന്നത് ലിറ്ററേച്ചർ റിവ്യൂ ആണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുള്ള ഈ പുസ്തകങ്ങൾ വിശകലനം ചെയ്യുന്നതും, അങ്ങനെ വിശകലനം ചെയ്ത് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ കൂടി നമ്മുടെ ഗവേഷണ പ്രബന്ധത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എഴുതി ചേർക്കുകയും ചെയ്യും. അതാണ് നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഗുണം എന്ന് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. നമുക്ക് ഗവേഷണത്തിന്റെ തുടക്കത്തിലാണെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനും നമ്മുടെ ഗവേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ തിയറി രൂപീകരിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. പിന്നീട് നമ്മൾ ഗവേഷണ പ്രബന്ധത്തിൽ ലിറ്ററേച്ചർ റിവ്യൂ എന്നുള്ള ഒരു സെക്ഷൻ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഈ പഠനത്തിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് പറയാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു പുതിയ കണ്ടെത്തലിന്റെ പ്രാധാന്യം, ഇപ്പൊ ഗവേഷണത്തിന്റെ ഫലമായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള കാര്യം, ആ ഒരു അറിവിന്റെ പ്രാധാന്യം എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യം നമുക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി സാധിക്കും. ഇത് കൂടാതെ മുൻപ് നടത്തിയിട്ടുള്ള ഗവേഷണങ്ങളുടെ പ്രബന്ധങ്ങൾ വായിക്കുന്ന സമയത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടൊരു ഗവേഷണം നടത്തുമ്പോൾ ഏത് സമീപനമാണ് നമുക്ക് വേണ്ടത്, സ്റ്റഡി ഡിസൈൻ ഏതാണ്. നമ്മൾ നേരത്തെ റിസർച്ച് ഡിസൈനിനെ കുറിച്ചിട്ടും സ്റ്റഡി ഡിസൈനിനെ കുറിച്ചിട്ടും പറയുകയുണ്ടായി. അപ്പോൾ സർവേ ആണോ, ഇന്റർവ്യൂ ആണോ, അല്ലെങ്കിൽ ഡാറ്റ ഏത് രീതിയിലാണ് സ്വീകരിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ളതൊക്കെ മുൻപ് നടത്തിയിട്ടുള്ള ഗവേഷണങ്ങളിൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഈ ഗവേഷണത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഡിസൈൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് സാധിക്കും. ഇതുകൂടാതെ നിലവിൽ ഏതെല്ലാം മേഖലകളിൽ പഠനം നടന്നിട്ടുണ്ട് എന്നറിയുന്നതിലൂടെ തുടർ പഠനം ആവശ്യമുള്ള മേഖലകൾ കണ്ടെത്താൻ കഴിയുന്നു. അപ്പോൾ ഗവേഷകർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണത്, വേറെ ഒരാൾ ഓൾറെഡി ഗവേഷണം ചെയ്തിട്ടുള്ള കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ വീണ്ടും ഗവേഷണം ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അയാൾ പറഞ്ഞിട്ടുള്ള കാര്യത്തിനെ എതിർക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് അത് നടത്താൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ അയാൾ പറഞ്ഞ അതേ കാര്യം തന്നെ പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു റിസർച്ച് ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് തന്നെ മുൻപ് ഈ വിഷയത്തിൽ ഏതെല്ലാം റിസർച്ചുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയേണ്ടത് അത്യാവശ്യമാണ്. എന്നാലാണ് ഇതുവരെയുള്ള റിസർച്ചുകളിൽ ഏതെല്ലാം വിഷയങ്ങളാണ് പറഞ്ഞു പോയിട്ടുള്ളത്, ഇനി ഏതെല്ലാം വീക്ഷണങ്ങളാണ് വിഷയങ്ങളാണ് പറയാൻ ബാക്കിയുള്ളത് എന്നുള്ള കാര്യം കണ്ടെത്തിയാലാണ് നമ്മുടെ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ഒരു വിഷയം നമുക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഇത് കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏതെല്ലാം പുസ്തകങ്ങൾ അതുപോലെ പ്രബന്ധങ്ങളാണ് പ്രധാനപ്പെട്ടത് എന്നുള്ള കാര്യം കണ്ടെത്തണം. അതിന് സഹായകമാകുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട അറിവുകളുള്ള പ്രൊഫസർമാരെയും മറ്റു ആളുകളോട് നമുക്ക് അന്വേഷിച്ചുകൊണ്ട് ഈ രീതിയിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ കണ്ടെത്താൻ സാധിക്കും നമ്മൾ പറയുകയുണ്ടായി. ഇനി ഈ കണ്ടെത്തിയ വിവരങ്ങൾ ഏത് രീതിയിൽ ഉപയോഗിക്കും എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കണം. ഇതിനകത്ത് വരുന്നത് പാരാഫ്രൈസിങ് എന്നാണ് പറയുന്നത്. അതായത് ആ പുസ്തകത്തിലെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്ത് ഉപയോഗിക്കുക, അതുപോലെ തന്നെ കോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു സമ്മറി അതിൻ്റെ ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിക്കുക. ആ രീതിയിൽ എങ്ങനെയാണ് ആ വിവരങ്ങൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ള കാര്യം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ഇത് കൂടാതെ ഇത് എങ്ങനെ കുറിച്ചു വയ്ക്കും എന്നുള്ളത്, നമുക്ക് ഒരു പുസ്തകം മുഴുവനായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ വേണ്ടി സാധിക്കില്ല, അല്ലെങ്കിൽ അത് മുഴുവൻ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് നോക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് രീതിയിലാണ് അതിൻ്റെ നോട്ട് മേക്കിംഗ് നടത്തുന്നത്. നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ ഈ നോട്ട്സ് കുറിച്ച് വയ്ക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഗവേഷണവുമായി ബന്ധപ്പെട്ട് ലിറ്ററേച്ചർ റിവ്യൂ, ലിറ്ററേച്ചർ സർവേ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ പ്ലാൻ ചെയ്യാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.